ഹായ് ഗായ്സ്, ഇന്ന് നമ്മൾക്ക് ടപ്പേന്നൊരു ചിക്കൻ പാർട്സ് കറി ഉണ്ടാക്കിയാലോ. അതിനായി 1/2 കിലോ വട്ടും കരളും, അതായത് ചിക്കന്റെ ലിവറും ഗിസേർഡും ഒക്കെയാണ്, അതെടുക്കുക. അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ആവശ്യത്തിനുള്ള ഉപ്പുമിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. ഇത് ഇനി നമുക്ക് 1/2 മണിക്കൂർ വരെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. 1/2 മണിക്കൂർ കഴിഞ്ഞ് ഇനി ഒരു കുക്കർ എടുത്ത് അടുപ്പത്തോട്ട് വെച്ച് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് എണ്ണയൊന്ന് ചൂടാകുമ്പോൾ അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ടൊന്ന് പൊട്ടിച്ചു കൊടുക്കാം. കടുകൊക്കെ നന്നായി പൊട്ടിയ ശേഷം അതിലേക്ക് 1 കപ്പ് കൊച്ചുള്ളി കൂടി ഇട്ട് നന്നായി വഴട്ടാം. ഉള്ളി ഒരു ട്രാൻസ്ലൂസന്റ് ഷെയ്ഡ് ആയാൽ അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് വഴട്ടി കൊടുക്കണം. ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിയ ശേഷം അതിലേക്ക് നമുക്ക് 3 തണ്ട് കറിവേപ്പിലയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ഇട്ട് മിക്സ് വെൽ. മസാലകളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിയ ശേഷം അതിലേക്ക് നമുക്ക് വലിയൊരു ഉരുളക്കിഴങ്ങ് ഇതുപോലെ സ്ക്വയർ ആയി കട്ട് ചെയ്ത് കൂടിയിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് നേരത്തെ തന്നെ മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ പാർട്സ് കൂടിയിട്ട് നന്നായി ഇളക്കി കൊടുക്കാം. ഒരുപാട് അങ്ങ് ഇളക്കല്ലേ, ലിവറൊക്കെ പൊടിഞ്ഞു പോകും. അതുകൊണ്ടാണേ. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ മട്ടൻ മസാല, 1 ടീസ്പൂൺ ജീരകപ്പൊടി, 1 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ് കൂടിയിട്ട് മിക്സ്. ഞാനിവിടെ മട്ടൻ മസാലയാണ് ഇട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കൻ മസാല ഇടാം. എന്നാലും മട്ടൻ മസാല ഇടുമ്പോഴാണ് ഈ കറിക്ക് ഒരു ഗുമ്മ് കിട്ടുന്നത്. മസാലകളെല്ലാം ഇട്ടൊന്ന് ഇളക്കിയ ശേഷം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് ലിഡ് ഒന്ന് ക്ലോസ് ചെയ്ത് വിസിലിട്ട് 3 വിസിൽ വരെ വേവിച്ചെടുക്കണം. 3 വിസിലെന്ന് ഞാൻ പറഞ്ഞിരിക്കുന്നത് ഒരു ഹൈ ഫ്ലെയിമിലും 2 ലോ ഫ്ലെയിമിലുമാണ്. കുക്കറിന്റെ ആവിയെല്ലാം ഒന്ന് പോയ ശേഷം ലിഡ് തുറന്ന് കറിയൊക്കെ ഒന്ന് ഇളക്കി കൊടുത്ത് കുറച്ച് മല്ലിയില ഇട്ട് ഇളക്കി കൊടുക്കാം. നല്ല രുചികരമായ ചിക്കൻ പാർട്സ് കറി റെഡിയായി. ഉണ്ടാക്കി നോക്കിയ ശേഷം അഭിപ്രായം കമന്റ്സിൽ രേഖപ്പെടുത്തൂ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും സന്ധിക്കും വരെ ബൈ.